الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്തുൽ ബഖറ 269 ആയത്തുകൾ കഴിഞ്ഞു. ഇനി 270 മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലമു വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇൻ തുബ്ദുസ് സ്വദഖാതി ഫനിഅമ്മാ ഹി وإن تخفوها وتؤتوها الفقراء فهو خير لكم ويكفر عنكم من سيئاتكم والله بما تعملون خبير. ليس عليك هداهم ولكن الله يهدي من يشاء. وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا. وما تنفقوا من خير فإن الله به عليم. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. അതുമതി. അടുത്ത ആയത്തുകൾ മുതൽ വേറല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സുപ്രധാനമായ വിഷയമാണ്. അപ്പോൾ ചെലവഴിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാനും ആയത്തുകളായിട്ട്. ചെലവഴിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സക്കാത്തുണ്ട്, സദഖയുണ്ട്, വഖഫുണ്ട്, നദർ ഉണ്ട്, നേർച്ചയുണ്ട്, അങ്ങനെ പലതരം കാര്യങ്ങളുണ്ട്. പക്ഷേ ആ കൊടുക്കുന്നത്, ചെലവഴിക്കുന്നതിൻ്റെ നിയ്യത്ത് എന്താണ് എന്നത് വളരെ പ്രധാനമാണെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മളെ നാട്ടിൽ പല ആൾക്കാരും പൈസ ചെലവാക്കുന്നുണ്ട്, നമ്മൾ മാത്രമൊന്നല്ല. പക്ഷെ ആ പൈസ ചെലവാക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്നതാണ് പ്രധാനം. ചില ആളുകൾ പൈസ ചെലവാക്കുന്നത് ചൂണ്ടലിടുന്ന മാതിരിയാണ്. ചെറിയൊരു ഇരയെ കോർത്ത് ഒരുപാട് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. ചില ആളുകൾ കൊടുക്കുന്നത്
ദുനിയാവിൽ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും മറച്ചു വെക്കാൻ വേണ്ടി കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അയാളൊരു ധർമ്മിഷ്ഠനാണ്, വലിയ ദാനം കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സൽപ്പേര് സമ്പാദിക്കുകയും പിറകിലൂടെ കള്ളക്കടത്തും തോന്നിയാസങ്ങളും ഒക്കെ ചെയ്യുന്നവരും ഉണ്ട്. ചില ആളുകൾ പക്ഷെ അധികാരം കിട്ടാൻ വേണ്ടി ചെലവഴിക്കണവരുണ്ട്. പൈസ കൊടുത്തിട്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. ചില ആളുകൾ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കും. ഇങ്ങനെ പല ഉദ്ദേശത്തിലും കൊടുക്കുന്നവരുണ്ട്. ചില ആളുകൾ വിഗ്രഹങ്ങളുടെ അനുഗ്രഹവും പ്രസാദവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇസ്ലാമികമായ രീതിയിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുക, ഭക്ഷണമായി കൊടുക്കുക, വീടുണ്ടായി കൊടുക്കുക എന്നത് മാത്രമല്ല. അന്നേരമുള്ള ഉദ്ദേശം എന്താണ്? നേരത്തെ ഇവിടെ പറയണ്ടായി, കൊടുക്കുകയാണെങ്കിൽ നല്ലത് കൊടുക്കണം. നമ്മക്ക് കിട്ടിയാൽ നമ്മൾ വാങ്ങുന്ന സാധനമായിരിക്കണം മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങോട്ട് അഥവാ വാങ്ങേണ്ടി വന്നാൽ കണ്ണടച്ചല്ലാതെ വാങ്ങാൻ കഴിയാത്ത വിഷമകരമായ സംഗതികൾ. അപ്പൊ വാങ്ങുന്നവന്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ ചിന്തിക്കണം, ഇതിപ്പോ എനിക്കാണെങ്കിൽ എനിക്ക് സന്തോഷമാണോ ആവുക അത് കിട്ടിയാൽ, ഞാനത് കൊണ്ട് പ്രയാസമാണോ ആവുക എന്ന കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം കൊടുക്കാൻ. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. പിന്നെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു. നല്ലൊരു തോട്ടം ഉണ്ടായിരുന്നൊരു വൃദ്ധൻ, അയാൾക്ക് ഇനി ആദ്യം മുതൽ ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കാനുള്ള ആയുസ്സില്ല. അപ്പോ ജീവിതത്തിന്റെ അവസാന കാലത്ത് തൻ്റെ തോട്ടം തീപിടിച്ചു പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ, മക്കളാണെങ്കിൽ പ്രാപ്തി എത്തിയിട്ടില്ലാത്തവരാണ്, ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, അവർക്കൊന്നും ബാക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ചെലവഴിച്ചു, മിൻ നഫഖത്തിൻ, ഏതൊരു ചെലവഴിക്കലും, ഔ നദർത്തും, നിങ്ങൾ നേർന്നോ, മിൻ നദിരിൻ, ഏതൊരു നേർച്ചയും, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅലമുഹു, അതറിയുന്നു, അക്രമികൾക്ക് ഇല്ല, മിൻ അൻസ്വാർ, ഒരു സഹായിയും ഇല്ല. അപ്പൊ നിങ്ങൾ എത്രയൊക്കെ ചെലവഴിക്കുകയാണെങ്കിലും, നിങ്ങൾ എന്തെല്ലാം നേർച്ചയാക്കിയാലും അതൊക്കെ ഉറപ്പായും അള്ളാഹു അറിയും. അക്രമികൾക്ക് സഹായിയായിട്ട് ആരെയും കിട്ടൂല. അപ്പോ നിങ്ങൾ എത്ര ചെറുത് കൊടുത്താലും വലുത് കൊടുത്താലും ഒക്കെ അള്ളാഹുവിനറിയാം. വേറെ ആർക്കും ആ കൊടുക്കുന്നത് മാത്രമേ അറിയുള്ളൂ. നാം ₹1,00,000 കൊടുത്തതേ അറിയുള്ളൂ. എന്തിനു കൊടുത്തു, എന്തായിരുന്നു അവൻ്റെ ഉദ്ദേശം, ഇനി കൊടുത്തതിന് ശേഷം അവൻ ആളുകളെ ശല്യപ്പെടുത്തുമോ, പിന്തുടരുമോ, കൊടുത്തത് എടുത്തു പറഞ്ഞ് ഇടങ്ങേറാക്കുമോ, ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മളങ്ങനെ പറയാനും പാടില്ല. ചിലപ്പോൾ നമ്മൾ ഉണ്ടല്ലോ, ഓനെ വന്ന് ഓനെന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടാവും എന്ന് പറഞ്ഞു പോകും. അങ്ങനെ പറയരുത്. കാരണം വാങ്ങുന്ന ആളല്ല, കൊടുക്കുന്ന ആളെ പറ്റിയിട്ട് ചിലപ്പോൾ പറഞ്ഞു പോകും. ഓനിങ്ങനെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വേറെ ആള്, നല്ല ഉഷാറാണല്ലോ, നല്ല ഉഷാറാണ്, ഓനല്ലേ തന്നത്, ഓനൊന്നും കാണാണ്ട് തരൂല, എന്തോ ഒരു ഗണി ഓൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് ഊഹിച്ചു പറയരുത്. കാരണം നല്ല മനസ്സിൽ തന്നാണെങ്കിലോ, നല്ല നീയത്ത്. അപ്പൊ അള്ളാഹ്ക്കാണ് അതൊക്കെ അറിയാം, നമുക്കത് അറിയില്ല. ഇനിയിപ്പോ നല്ലത് തന്നാണോ മോശത്തിൽ തന്നാണോ എന്നൊന്നും നമുക്കറിയാം. പക്ഷെ അള്ളാഹുവിന് അതെല്ലാം അറിയാം, നിശ്ചയമായിട്ടും അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്തിനാ കൊടുക്കുന്നതെന്നും എന്താണ് നമ്മളെ ഉദ്ദേശം എന്നുള്ളതും ആർക്കറിയാം? അതാണല്ലോ പ്രതിഫലം തരേണ്ടത്.
ഇവിടെ ചെലവഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ നെദറിനെ കുറിച്ച് പറഞ്ഞേക്കും. നേർച്ച. ഇസ്ലാമിൽ നേർച്ച ഉണ്ടോ? നേർച്ച ഉണ്ടോ? നേർച്ച നേർച്ച പറമ്പിൽ പള്ളി നേർച്ച, കുണ്ടോട്ടി നേർച്ച, ആണ്ട് നേർച്ച, അതായത് നമ്മളെ നാട്ടിൽ ഇപ്പൊ സമുദായത്തിൽ കേൾക്കുന്ന കാര്യപ്പെട്ട നേർച്ച ഏതാ? പോസ്റ്ററിലൊക്കെ കാണുന്ന നേർച്ചല്ലേ? പറമ്പിൽ പള്ളി നേർച്ച, ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നേർച്ച ചോറ്. അതിനൊന്നും നമ്മളില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതിനൊന്നും നമ്മളില്ല പറഞ്ഞാൽ പറ്റുമോ? അപ്പൊ എന്താണ് നേർച്ച? നെദർ. അത്ര സങ്കീർണമൊന്നുമില്ല, അത് വളരെ ലളിതമാണ്. ദുആ എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉണ്ട്. ദുആ അള്ളാഹുവിനോടായിരിക്കണം. ഇതുപോലെ നേർച്ച ഇസ്ലാമിലുണ്ട്, അത് അള്ളാഹുവിനോടായിരിക്കണം. അത്രേ ഉള്ളൂ. പിന്നെ ഓരോ സ്ഥലത്തിന്റെ പേര് പറയണമെന്നില്ല, അള്ളാഹുവിന്റെ പേരിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നേർച്ച ഉണ്ട്. എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് നേർച്ച എന്ന് പറഞ്ഞാൽ? ഒന്നല്ല അതിന്റെ ഉത്തരം. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊടുക്കുക എന്നേ നേർച്ച എന്ന് പറഞ്ഞാല്. എന്തെല്ലൊക്കെ ഉണ്ട് അല്ലേ? കൊടുക്കുക. ഒരാള് നോമ്പ് വെക്കാൻ നേർച്ച നേർന്നാൽ എന്താ കൊടുക്കണം? നേർച്ച നേർന്നാലോ? അപ്പൊ കൊടുക്കലുണ്ടായില്ല. അവന് കൊടുക്കുക എന്ന് പറയുന്നത് എന്താ? നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കുഞ്ഞുമോങ്ങളോട് ചോദിക്കും, അമ്മച്ചേ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? നെഞ്ഞി മുതൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ? നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഐച്ഛികമായ ഒരു കാര്യം നമ്മൾ നിർബന്ധമാക്കുക, നമ്മളെ മേൽ തന്നെ. എന്നാണ് നേർച്ച എന്ന് പറഞ്ഞാൽ. നിർബന്ധമല്ലാത്ത, സ്വതവേ നിർബന്ധമല്ലാത്ത ഒരു കാര്യം നമ്മൾ നമ്മളുടെ മേൽ തന്നെ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച. സുന്നത്തായ ഒരു നോമ്പ്, ഇപ്പോ അർഫ നോമ്പ് നോറ്റിയില്ലേ, കുറ്റം കിട്ടുമൊന്നുമില്ല. പക്ഷെ ഒരാള് നേർച്ചാക്കി, അപ്പൊ അത് ഫർളായി. പിന്നെ നോറ്റിയില്ലെങ്കിൽ കുറ്റം കിട്ടും. അതേപോലെ ഏത് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും, മോശം കാര്യങ്ങൾ എന്തായാലും നേർച്ചാക്കാൻ പറ്റൂല. അപ്പൊ ഞാന് ഒരു ദിവസം നോമ്പ് നോൽക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാന് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും മൽക്കഫ് ഓതാൻ നേർച്ചാക്കി, അപ്പൊ പിന്നെ അതെനിക്ക് ഫർളായി. അങ്ങനെ എന്ത് കാര്യമായാലും അത് വേറെ, അത് അടുത്ത പാർട്ട്. ഇപ്പൊ നേർച്ച എന്നുള്ളത് എങ്ങനെ നേർച്ചാക്കാന്നുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പറയാം. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മേൽ നിർബന്ധമല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ തന്നെ നമ്മുടെ മേൽ നിർബന്ധാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നിർബന്ധാക്കുക. അപ്പൊ ഒരാൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, പുണ്യം കിട്ടും. നമ്മൾ നേർച്ചാക്കിയാൽ അത് നിർബന്ധമായി. പിന്നെ വാങ്ങിക്കൊടുത്താൽ പുണ്യം കിട്ടും എന്ന് മാത്രമല്ല, വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ശിക്ഷയും കിട്ടും.
അപ്പൊ അങ്ങനെ സൽക്കർമ്മങ്ങളായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മേൽ നിർബന്ധമാക്കുന്നതിനെയാണ് നേർച്ച. അപ്പൊ നോമ്പ്, നിസ്കാരം, ഉംറ, ഹജ്ജ് ഇതെല്ലാം ഇതിൽ പെട്ടതാണ്. ഒരിക്കലും ഹജ്ജ് ചെയ്ത ആൾക്ക് പിന്നെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമല്ല. പക്ഷെ ഒരാൾ നേർച്ചാക്കിയാലോ അതിന് നിർബന്ധമായി. അപ്പൊ നിർബന്ധമായിട്ട് ചെയ്തില്ലെങ്കിലുള്ള കുറ്റം കിട്ടും. അതുകൊണ്ട് തന്നെ ഇസ്ലാം നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. നമ്മളെ ദീന കൊണ്ട് ഒരാൾ കുടുങ്ങിപ്പോകരുത് എന്നുള്ളതാണ്. യുരീദു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു ഉസ്ർ പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം എളുപ്പമാണ്. ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. കെട്ടിക്കുടുക്കും പ്രയാസവും ഇടങ്ങേറും കഷ്ടപ്പാടൊന്നുമില്ല, ഒന്നിലുമില്ല. ആരാധനകളിൽ, അനുഷ്ഠാനങ്ങളിൽ, ജീവിതത്തിൽ, കാഴ്ചപ്പാടിൽ ഒന്നിലുമില്ല. അതുകൊണ്ട് നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിക്കുടുക്കുള്ളതാക്കരുത് എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഓരോ ദിവസവും ഓരോ കാര്യത്തിന് ഇങ്ങനെ നേർച്ച തരാൻ തുടങ്ങിയാൽ ഓരോന്നും ഇങ്ങനെ നമ്മുടെ മേലെ നിർബന്ധമാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാതെ വരും, പ്രയാസമാവും. അപ്പൊ ദീനും കൊണ്ട് നമ്മൾ എന്താക്കും, നമ്മൾ കുടുങ്ങിപ്പോവും. അപ്പൊ നമ്മൾ കുടുങ്ങരുത് എന്ന് വിചാരിച്ചിട്ടാണ് അള്ളാഹ് ഇങ്ങനെ ഈ ദീനിനെ എളുപ്പാക്കിയത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങളുടെ മേൽ ഈ ദീനിൽ യാതൊരു പ്രയാസവുമില്ല, ഒരു ഹറജും ഇല്ല. അപ്പൊ നമ്മളും എന്താക്കരുത്, നമ്മളായിട്ട് പ്രയാസം ഉണ്ടാക്കരുത്. അതൊക്കെ വേറെ ആവശ്യമാണ്. ആദ്യം തന്നെ അത് ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ആദ്യം തന്നെ എന്താണ്, ആദ്യം തന്നെ അങ്ങനത്തെ പണിക്ക് നിൽക്കണ്ട. ഇനി നേർച്ച ആക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ ആ അനുവദനീയമാകുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ ഫുൾ A+ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പറയരുത്. എൻ്റെ ഒരു ആവശ്യം നിറവേറ്റാൻ എന്ന് പറയാം. അപ്പോ നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ നല്ല ആളാണെങ്കിൽ അള്ളാഹ് നമുക്ക് നല്ലതേ തരും. നമ്മൾ വെടക്ക ആളാണെങ്കിൽ ചിലപ്പോൾ അള്ളാഹ് വെടക്ക് തരും. ചിലപ്പോൾ ദുനിയാവില്, പരലോകത്ത് എന്തായാലും വെടക്കായിരിക്കും. ദുനിയാവിൻ്റെ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല ആൾക്കും ചീത്ത ആൾക്കും ഒക്കെ ചിലപ്പോൾ നല്ലത് നമുക്ക് തോന്നുന്നത് കിട്ടും. നമുക്ക് തോന്നുന്നതാണ് അത് നല്ലതാണ്, ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കും, അറിയില്ല. അപ്പൊ നമുക്കൊരു സാധനം നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത് നല്ലതാവൂല. ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ആ ജോലി കിട്ടണമെന്ന്, പക്ഷെ ആ ജോലി കിട്ടാനായിരിക്കും എനിക്ക് പ്രയാസം, അതറിയില്ല. അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് പോലെ തന്നെയാണ് നേർച്ചയും. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ആ ബസ് കിട്ടണേന്ന്. കിട്ടാതിരിക്കലാണ് നല്ലതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യാം, ആ ബസ് തരാതെയാണ്. ഇതുപോലെ തന്നെ നേർച്ച നേരുമ്പോൾ നമ്മൾ ഇന്ന സാധനം ശരിയാവാൻ വേണ്ടി നേർച്ച നേർന്നു, ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിയാവാതിരിക്കലാണ് നമുക്ക് നല്ലത് എന്നാണ്. അപ്പൊ ശരിയായാ തരാം എന്ന് പറയാൻ പാടില്ല. അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ കച്ചവടം ഉറക്കട്ടെ അതിനും വേണ്ടിയിട്ട്, അങ്ങനെയല്ല. ആ കല്യാണം ഉറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. കല്യാണം ഉറച്ചാൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്, ഡിമാൻഡ് ചെയ്യരുത്. കാരണം ആ കല്യാണം ഉറക്കലാണോ നല്ലത്, ഒഴിവായി പോയാലാണോ നല്ലതെന്ന് നമുക്ക് അറിഞ്ഞൂടാ, നമുക്കറിയില്ല. നമുക്കെന്താ അറിയാ, നമുക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ആ ബന്ധം നമ്മൾ ചില ആളുകൾ മോശമായിട്ട് പ്രാർത്ഥിച്ചോളയും. പടച്ചോനെ എങ്ങനെയെങ്കിലും അതൊന്ന് നടക്കണേ, എങ്ങനെയെങ്കിലും നടക്കരുത്, എന്തായാലും നടക്കണേ, എന്തായാലും നടക്കരുത്, നല്ലതാണെങ്കിൽ നടക്കണേ, നന്നായി നടത്തിത്തരണേ, നന്നായി നടത്തിത്തരണേ, പടച്ചോനെ നല്ലതാണെങ്കിൽ ഈ ബന്ധം ഉറപ്പിച്ചരണേ. അല്ലാതെ എന്തായാലും ഉറപ്പിക്കണേന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹെയറും ഷെറും ഒക്കെ നമ്മൾ തന്നെ ചോദിച്ചു വാങ്ങുകയാണ്. ഹെയറ് മാത്രമല്ല ഷെറും, അങ്ങനെ ചെയ്യരുത്.
അപ്പൊ നേർച്ച ചെയ്യുമ്പോൾ ഇന്നത് ചെയ്താൽ എനിക്കത് കിട്ടിയാൽ ഞാൻ തരാ എന്ന രീതിയിൽ ചെയ്യരുത്. ആദ്യം തന്നെ പറയുന്നു നേർച്ച എന്തല്ല, പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല, അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളുണ്ട്. പക്ഷെ ഒരാൾ നേർച്ച നേർന്നാൽ അത് അനുവദനീയമാണ്. നേർച്ച നേരുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്നതാണ്. നേർച്ച നേർന്നാൽ അത് പാലിക്കൽ നിർബന്ധവും ആണ്. അതിൽ വിട്ടുവീഴ്ചല്ല, പിന്നെ അത് പാലിക്കണം. വിശ്വാസികളുടെ സ്വഭാവമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നേർച്ച നേർന്നാൽ അത് നിറവേറ്റുന്നവരാകുന്നു അവർ എന്ന് പറയുന്നു. അത് സൂറത്തുൽ ഇൻസാനിൽ നമുക്കത് കാണാം. അവർ നേർച്ച നേർന്നാൽ നിറവേറ്റുന്നവരാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നേർച്ചയെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ നേർച്ച അധികം നേരാതിരിക്കുകയാണ് നല്ലത്. അഥവാ നേരെയാണെങ്കിൽ ഡിമാൻഡ് വെച്ച് ചെയ്യരുത്. നേർച്ച നേർന്നാൽ പിന്നെ അത് നിർവഹിക്കൽ നിർബന്ധമാണ്. നേർച്ച നേർന്നതിന് ശേഷം അത് ചെയ്യാൻ കഴിയാതെ വന്നാൽ പ്രായശ്ചിത്തം ചെയ്യണം. അതിൻ്റെ പ്രായശ്ചിത്തം ശപഥം ചെയ്താൽ ലംഘിക്കുന്ന പ്രായശ്ചിത്തമാണ്. അത് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയാം? ശപഥം ചെയ്താൽ ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്താ? സത്യം ചെയ്ത് ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്താ? അങ്ങനെയാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഒരു കേൾവി സുഖല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്തായാലും എന്ന് പഠിച്ചെന്നാ ഇത് പറഞ്ഞുതരാം അടുത്ത ആഴ്ച കേട്ടോ. അങ്ങനെ മതി അല്ലേ? മറ്റേത് ഞാൻ 2 ക്ലാസ്സിൽ പ്രത്യേകമായിട്ട് ആവർത്തിച്ച് പറഞ്ഞു തന്നാണ്. എന്നിട്ട് നിങ്ങൾ അതിൽ മൗനം പാലിച്ചാൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങളെ മനസ്സിലില്ല എന്നാണ്. അപ്പോ ഇനി ഇത് പറഞ്ഞു തന്നാൽ ഇതും ഉണ്ടാവില്ല. അപ്പൊ അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇതിന്റെ പ്രായശ്ചിത്തം പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെ കൂടെ ഇങ്ങനെ നടക്കണ്ടേ സൂചനയായിട്ട്? അതിനല്ലല്ലോ പഠിക്കുന്നു അല്ലേ? നമ്മൾ തന്നെ നമുക്ക് സ്വന്തം തന്നെ ഓർമ്മ ഉണ്ടാവാനാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇനി ചെലവഴിച്ചാൽ ഏത് ദാനം ചെയ്താലും ഏത് നേർച്ച നേർന്നാലും അതൊക്കെ അള്ളാഹുവിന് അറിയാം. എന്തിനായിരുന്നു എന്നും എന്തിനാ കൊടുത്തതെന്നും എന്താ ഉദ്ദേശം എന്നൊക്കെ പടച്ചറബിനറിയാം. അപ്പൊ കൊടുക്കുന്നതിനെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ കൊടുക്കൽ ളുൽമാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കാതെ ലോകമാന്യം ഉദ്ദേശിച്ചോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാനോ ഒക്കെ ളുൽമാണത്. അതേപോലെ കൊടുത്തത് എടുത്തു പറയുകയും ശല്യം ചെയ്യുകയും പിന്നാലെ കൂടുകയും ചെയ്യുന്നതും ളുൽമാണ്. അള്ളാഹു പറയാണ് വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ. ളുൽമ ചെയ്യുന്നവർക്ക് യാതൊരു സഹായിയെയും ലഭിക്കുന്നതല്ല. ളുൽമ ചെയ്യുന്നവന് ഒരു സഹായിയും ഉണ്ടാവില്ല. അവൻ വിചാരിക്കുകയാണെങ്കിൽ ഒരാളുണ്ടാവുന്നൊക്കെ ആരും ഉണ്ടാവില്ല. ഇനി മറ്റൊരു തെറ്റിദ്ധാരണ തീർക്കുകയാണ്. ഇൻ തുബ്ദു സ്വദഖാത്ത്. നിങ്ങൾ സ്വതക്കകൾ പരസ്യമായി ചെയ്താൽ, എന്താ പരസ്യമായി ചെയ്താൽ? പരസ്യമായിട്ട് ചെയ്താൽ, സ്വതക്ക ചെയ്യുന്നത് പരസ്യമാക്കിയാൽ എന്താ? സദക്ക പരസ്യമാക്കിയാൽ എന്താണ്? അള്ളാഹു പറയാണ് ഫനിഅമ മാഹിയ എന്നാണ്. അത് കൂട്ടി പറയുമ്പോൾ ഫനിഅമ മാഹിയ എന്ന് പറയും. ഫനിഅമ മാഹിയ, അത് നല്ലതാണ്, അതിൽ നന്മയുണ്ട്. ഇപ്പൊ സ്വതക്ക പരസ്യമാക്കുക എന്നതൊരു തെറ്റാണ്, മോശമാണ് എന്നൊരു വിചാരം പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അള്ളാഹ് തിരുത്താണ്. അങ്ങനല്ല, സ്വതക്കകൾ പരസ്യമാക്കിയാൽ അത് നല്ലതു തന്നെ. കാരണം അതിലൊരുപാട് നന്മകളുണ്ട്. നല്ല കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ പരസ്യമാക്കുന്നില്ല, ചീത്ത കാര്യങ്ങളെല്ലാം വാർത്തയാവുകയും ചെയ്താൽ പിന്നെ ആ നാട്ടിൽ എന്താ നടക്കുക? അതെ, ബലാത്സംഗം,
പിന്നെ കൊള്ള, അഴിമതി, സകലതും ഇങ്ങനെ പത്രം നിറച്ചുണ്ട്. ഒറ്റ നന്മ എവിടെ ഇല്ല. ഒരു വാർത്ത എവിടെ ഒരു നന്മയെക്കുറിച്ച് വരുന്നുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം എന്താണ് ആവുക? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മളെപ്പോഴും കാണുന്നത് പെൺവാണി, ബൊമ്മാത്, ഇത് കച്ചറ, അല്ലെ, സകല കുലുമാലും നെഗറ്റീവ്സ് മാത്രം ആണ് ഒരു സമൂഹത്തിൽ ഉള്ളതെങ്കിൽ പിന്നെ ആ സമൂഹം എന്തിനോ പറ്റുമോ? അപ്പൊ ദേശീയവാദം ഇടിഞ്ഞു ഒലിച്ചു പോണ വാർത്ത നമ്മൾ കാണുകയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തൊരു നല്ലത് ചെയ്തൊരു സാധനം എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടാലല്ലേ ഈ ദുനിയാവിലൊരു സന്തുലിതത്വം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആകപ്പാടെ മനുഷ്യൻ എന്തായിപ്പോവും. അപ്പൊ സ്വതക്ക എന്ന് പറയുന്നത് പരസ്യമായാൽ അത് നല്ലത് തന്നെയാണ്. നമ്മളിപ്പോ സഹാബികളുടെയൊക്കെ വലിയ ദാനധർമ്മങ്ങൾ പരസ്യമായതുകൊണ്ടല്ലേ നമുക്കതൊരു മാതൃകയായത്, അല്ലേ? ഉമർ റളിയല്ലാഹു കൊടുത്തു, അബൂബക്കർ സിദ്ദീഖ് മുഴുവനും കൊടുത്തു, അല്ലേ? അതേപോലെ അബൂ തൽഹ തോട്ടം കൊടുത്തു. ഇങ്ങനെയുള്ളത് നമ്മളെങ്ങനെ അറിഞ്ഞ്? അപ്പോ അത് അറിഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് പ്രചോദനാവുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു പരസ്യമാവുന്നത് മോശമൊന്നുമല്ല, നല്ലത് തന്നെ. പക്ഷെ പരസ്യമാവാൻ വേണ്ടി ആവരുത് എന്ന് മാത്രം. എന്തിനാ കൊടുക്കണത്? ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ വേറെ ആ കോലം മാറി, നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ കൊടുത്തിട്ട് അത് കിട്ടിയ ആളെ പിന്നെയും ഉപയോഗിക്കാനും ഓനെ പിന്നെ ദുരുപയോഗപ്പെടുത്താനും വേണ്ടിയും ആവരുത്. നമ്മളെ വീട്ടിൽ പണിക്ക് കളിക്കുമ്പോൾ കിട്ടണം, അതിനെ കൊണ്ട് ഓന് കൊടുക്കട്ടെ സക്കാത്തിന്റെ. അങ്ങനെയല്ല. അങ്ങനെ ദുനിയാവിൽ ഒരാളെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ആവരുത്. ആളുകളുടെ പ്രശസ്തി കിട്ടാൻ വേണ്ടി ഒന്നും ആവരുത്. അങ്ങനൊന്നും ആവാതെ നല്ല നിയ്യത്തിൽ ചെയ്യുന്ന കാര്യം പരസ്യമായിട്ട് കൊടുത്താൽ നല്ലത് തന്നെയാണ്. ഇപ്പൊ നമ്മളിവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയാണ്, ഇവിടെ ഇന്ന സംഗതി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഒരാൾ എണീറ്റിട്ടുണ്ട്, അത് ഞാൻ തരാം. അപ്പൊ എല്ലാവരും കൂടി അവനോട് ഓൻ കണ്ടോ അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഓനെങ്ങനെ പറഞ്ഞാൽ ഓന് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരെ എന്നൊന്നും ചോദിക്കാൻ പോണ്ട. എന്താ കാരണം? അങ്ങനെ പറയൽ നല്ലതാണ്. എന്താ കാരണം? അപ്പൊ മറ്റുള്ളവന് പറയാ അത് ശരി, എന്നാ പിന്നെ ലൈറ്റ് ഞാൻ തരാം. മറ്റെന്താന്ന് ഫാനല്ലേ, അപ്പം ഫാൻ, ഞാൻ ലൈറ്റ് തരാം. അപ്പൊ വേറെ ഒരുത്ത ഇരുന്നിട്ട് ആലോചിക്കും, ഞാനിപ്പോ എന്താ കൊടുക്കുക, ഇനി എന്താ വേണ്ടത്, ഞാൻ തരാം. അപ്പൊ നന്മയിൽ മത്സരിക്കുക, പ്രോത്സാഹനം കിട്ടുക, മറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഫലം ഉണ്ടാവുക എന്നതൊക്കെ അതുകൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് ഫനിഅമ മാഹിയ, അതിനെ കൂട്ടി ഓതുമ്പോ ഫനിഅമ ഹിയ, അത് നിർത്തുമ്പോ ഫനിഅമാഹി, അത് നല്ലത് തന്നെ. ഇനി വഇൻ തുഖ്ഫൂഹ, നിങ്ങളത് രഹസ്യമാക്കിയാലോ, എന്നിട്ടത് നൽകുകയും ചെയ്താലോ, അൽ ഫുഖറാ, ദരിദ്രർക്ക്, ഫഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോ ഒരാൾ രഹസ്യമായി, ഇടത് കൈ അറിയുന്നില്ല വലത് കൈ കൊടുക്കുന്നത്, അത്ര രഹസ്യമായിട്ട് കൊടുത്താൽ അത് നല്ലതാണ്. ചില ആൾക്കാരെ ഏൽപ്പിക്കും, നിങ്ങൾ കൊടുത്താളേ. അപ്പൊ വാങ്ങിയോന് ഞാനാ തന്നെന്ന് അറിയണ്ട എന്നുള്ള നിലക്കാണ്. അങ്ങനെ ഉണ്ടാവും. ചിലര് അവിടെ വെച്ചും പോവും, അറിയാതെ അവിടെ വെച്ചങ്ങ് പോവും. ഇങ്ങനെ പലതും ഉണ്ട്. ആരും കാണാത്ത നേരത്താണ് പള്ളിൻ്റെ സംഭാവന പെട്ടിയിലിടുക. അങ്ങനെ ചിലർ ചെയ്യും. അങ്ങനെയൊക്കെ രഹസ്യമായിട്ട് ഒരാൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു മോശമുള്ള കാര്യമല്ല. ഫഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് അത് തന്നെയാണ് ഉത്തമം. വയുകഫിറു അൻകും മിൻ സയ്യിആതികും, അല്ലാഹു നിങ്ങളുടെ ദോഷങ്ങളിൽ നിന്ന് അത് മായ്ച്ചു കളയും. ആ ദോഷങ്ങളെ അല്ലാഹു മായ്ച്ചു കളയും. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. മനുഷ്യന്മാരുടെ അറിവിന്റെ പരിമിതി, വലിയ വലിയ കാര്യം അറിയുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. റോക്കറ്റ് വിക്ഷേപിക്കാനൊക്കെ അറിയാം, മുളകൊടിച്ച് ഉണ്ടാക്കാൻ അറിഞ്ഞോളണമെന്നില്ല. മനസ്സിലായോ?
അപ്പോൾ ഒരു കഞ്ഞിക്ക് കൂട്ടാനും ലേശം അല്ലേ കാന്താരി മുളക് ഒരു ഉപ്പും ഒരു അമ്മിമ്മൽ കുത്തി കൊടുത്തു തരാൻ ചിലപ്പോൾ അറിഞ്ഞുകൊള്ളൊന്നുമില്ല. അമ്മിക്കുട്ടി എടുത്തത് ഓർമ്മ ഉണ്ടാവും, കാൽമേൽ വീണി ഉണ്ടാവും, പിന്നെ കൈ കൊണ്ട് മുളക് വാരി അതുകൊണ്ട് കണ്ണു തുറച്ചു ഉണ്ടാവും, ആകെപ്പാടെ കുരുമോല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ വിചാരിക്കും ഓ വലിയ ശാസ്ത്രജ്ഞനാണ്, എന്നിട്ടൊരു മുളക് പൊടിച്ചത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന്മാരങ്ങനെയാണ്. തീവണ്ടി ഓടിക്കാൻ വന്ദേഭാരത് ഓടിക്കാൻ ആൾക്ക് ചിലപ്പോൾ സൈക്കിൾ ഓട്ടാൻ അറിഞ്ഞോളൊന്നുമില്ല. അത് വേറെ വേറെയാണ്. മനുഷ്യന്റെ ഇൽമ അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ആ ശാസ്ത്രജ്ഞനെ മരപ്പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞത് ഈ 2 ഓട്ടം ഉണ്ടാക്കണം എൻ്റെ റൂമിലേക്ക് വരാൻ. എന്തിനാണെന്ന് 2 ഓട്ട? അത് തള്ളപ്പൂച്ചക്ക് വരാനും അതിൻ്റെ കുട്ടിക്ക് കയറി വരാൻ. അപ്പൊ എപ്പോഴും വാതിലടിച്ചിട്ട് പണിയെടുക്കുകയാണ്. ആൾക്കാർ ശല്യം ചെയ്യാതിരിക്കാൻ ഡോർ ക്ലോസ് ചെയ്യും. പക്ഷെ പൂച്ച ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച അകത്ത് കയറിയും വീട്ടിലൊക്കെ ചെയ്തോട്ടെ എന്നുള്ള ആൾക്കാണ്. ഈ മരപ്പണിക്കാരനേക്കാൾ എത്രയോ വിവരമുള്ള ആളാണ് ശാസ്ത്രജ്ഞൻ. പക്ഷെ മരപ്പണിക്കാരൻ ഇങ്ങനെ നിന്നിട്ട് ചോദിച്ചല്ല ഓരോ ഓട്ട പോരെ, അതുപോലെ 2 ഓട്ടം 2 പൂച്ചയ്ക്ക് വന്നു. അല്ല വലിയ ഓട്ടയെ കൂടി ചെറിയ പൂച്ചയും വന്നോളൂലേ എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അതല്ലേ ശരി. പക്ഷെ ആ ശരി ആർക്കും ഓർമ്മ ആകുന്നില്ല? ശാസ്ത്രജ്ഞന് ഓർമ്മ ആകില്ല. അപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ അറിയുന്ന ആൾക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അള്ളാഹു അങ്ങനല്ല. അള്ളാഹു എല്ലോ ഇപ്പോ പിന്നെ എന്താ പറയാ, ഈ സൂര്യനും ചന്ദ്രനും അല്ലെ സൗരയൂഥവും ഇതിന്റെ കറക്കവും ഇതിന്റെ സംഗതികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഞാനിപ്പോൾ തോണ്ടിയത് അള്ള അണ്ടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ പറ്റൂല. മനസ്സിലായെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കും, യുദ്ധബിറെല്ലാം എല്ലാം ചെയ്യും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ വന്ന ചെറിയൊരു തോന്നലും നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും നമ്മൾ നടത്തിയ വളരെ വളരെ ചെറിയൊരു ഇടപെടൽ പോലും അള്ളാഹു പറയും. അതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. ചില നാസ്തികര് വിചാരിക്കൂലേ, അവര് പറയുകയും ചെയ്യും അള്ളാഹ്ക്ക് ഇപ്പൊ ഇത് നോക്കാൻ നേരം ഉണ്ടാവുമോ. അതിനോർക്ക് അള്ളാഹിനെ തിരിയാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരും അള്ളാഹിനെ കണക്കാക്കണേ നമ്മളെ മാതിരിയുള്ള ഒന്നാണ്. നമ്മളെ മാതിരിയല്ല, നല്ല ഒരു മനുഷ്യൻ നന്നായാൽ എന്താവും, ഒരു നല്ല അങ്ങനെയല്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അതുപോലെ വേറെ ആരുമില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക, ചെറിയ ചെറിയ കാര്യം അള്ളാഹ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ തവസ്സുലൊക്കെ വേണ്ടി വരുന്നത് ദുആയില്. നിങ്ങൾ എനിക്കും വേണ്ടി ഒന്നും പറയണേ എന്ന്. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവരെയും നോക്കാൻ അള്ളാഹ് കയറില്ല. അപ്പൊ ഇവര് എന്ത് ചെയ്യാണ്, നമ്മൾ കുറച്ച് ആൾക്കാർ കാര്യം പറഞ്ഞിട്ട് വേണമെന്നാണ് വിചാരിക്കുന്നത്. പാവങ്ങളാണ്. ക്രൈസ്തവതയിൽ നിന്ന് വന്നതാണത്. ക്രൈസ്തവ വിശ്വാസപ്രകാരം വിശുദ്ധന്മാരായ ആൾക്കാർ കർത്താവിനോട് എന്ത് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് വിശുദ്ധന്മാരെ വിളിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇങ്ങനെയൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുക. അപ്പൊ ഇതുപോലെ മൊയ്തീൻ ശേഖയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണേ, അല്ലേ, CMA ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയണേ. അള്ളാഹ് പറയണേ ഓല കാര്യം തന്നെ പറയാൻ മെനക്കെട്ടിട്ട് നിൽക്കുകയാണ് ഓല്. അതുകൊണ്ട് നിങ്ങൾ ഓല ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അപ്പൊ അള്ളാഹിനോട് നിങ്ങൾ നേരിട്ട് പറഞ്ഞോ. കാരണം അള്ളാഹുവിന് എന്ത് വേണ്ട, ഇടയിൽ വേറെ ഏജൻസി ഒന്നും ആവശ്യമില്ല എന്നാണ്. ഒന്നും ആവശ്യമില്ല. അള്ളാഹു ആരാണ്? അള്ളാഹു ബിമാ തഅമലൂന ഖബീർ. അള്ളാഹു എല്ലാം അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം, കൊടുക്കുന്ന സാധനത്തിൻ്റെ മേന്മ, ഇത് മുന്തിയ സാധനം കേട്ടോ, ജാതി വേറെ കിട്ടൂല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും അള്ളാഹ്ക്ക് തിരിയൂ ഇത് മുന്തിയതാണോ, നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത് എന്നൊക്കെ അള്ളാഹ് എല്ലാം അള്ളാഹ്ക്ക് അറിയാം. ലൈസ അലൈക, നിനക്കില്ല, ബാധ്യതയില്ല, ഹുദാഹും, അവരെ നേർവഴിയിലാക്കുന്ന ബാധ്യത നിനക്കില്ല. എന്താ പറഞ്ഞത്? നേർവഴിയിലാക്കുന്ന ബാധ്യത എങ്ങാനും മനുഷ്യനുണ്ടായില്ലെങ്കിൽ മനുഷ്യനാകെ ഇടങ്ങേറായി പോകും. നേർവഴിയിലാക്കുന്ന ബാധ്യത ആർക്കും അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന അലൈനാ ലൽ ഹുദാ, നേർവഴിയിലാക്കുന്ന ബാധ്യത നമുക്കാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്കാണ്. നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചത് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യതയാണ്, ക്ഷണിക്കാനുള്ള ബാധ്യതയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. വരാൻ നമ്മളല്ല. ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് വിളിച്ച ഒരാളെ വിളിക്കേണ്ടേ നമ്മളെ ബാധ്യതയാണ്. അവരെ ക്ഷണിക്കണം. ക്ഷണിക്കാൻ ഞാൻ വരുമൊന്നുമില്ല കേട്ടോ.
നമ്മൾ ഒരാളെടുത്ത് പോയിട്ട് മോൻ്റെ കല്യാണം 16-ാം തീയതിയാണ്, അസ്സലാമു അലൈക്കും, ഞാൻ പോട്ടെ എന്ന് വെച്ചാൽ ആയിക്കോട്ടെ 16-ാം തീയതി കല്യാണം അയച്ചോട്ടെ നിൽക്കുള്ളൂ. 16-ാം തീയതി കല്യാണമെങ്കിൽ നിങ്ങൾ വരണം, കുടുംബസമേതം വരണം, കുട്ടികളൊക്കെ കൂട്ടി വരണം. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഓളം കൊണ്ടാ വരണട്ടോ, എന്നെയും കൂടി വിളിച്ചിട്ടോ, എന്തിനാ അത് പറയണം, മോനെ ഇനിയും വരണട്ടോ, എന്തിനാത് വരാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് എന്താണ്, ഇങ്ങനെ കത്ത് കൊലയിലിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോ നല്ല രസമുള്ള കത്താണല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പൊ തബ്ലീഗ് എന്ന് പറയുന്നത് അതാണ്, ബല്ലഗ, നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, ഇന്നതാണ് ഇസ്ലാമാണ് എന്നൊക്കെ പറഞ്ഞ് എത്തിച്ചു കൊടുക്കുക. ഇത് കത്താടെ ഇടലാണ്. പിന്നെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരണേന്ന് പറയലാണ്. അപ്പൊ ക്ഷണം നടക്കണം, എത്തിച്ചു കൊടുക്കണം, ക്ഷണിക്കണം. പക്ഷെ നമ്മൾ കല്യാണപ്പുരയിൽ കണ്ടില്ലെങ്കിൽ ഓനെ എടുത്തുകൊണ്ടുവരേണ്ട ബാധ്യത നമുക്കില്ല. ഇതുപോലെ ഒരാൾ സന്മാർഗത്തിലാവുക എന്നത് നമ്മൾ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിന് പണിയെടുക്കാം. പക്ഷേ അങ്ങനെ ആവൽ നിന്റെ ബാധ്യതയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തന്നെ ബാധ്യതയല്ല. എന്ത് ഒരാളിങ്ങോട്ട് മാറൽ, വലാകിന്നല്ലാഹ, എന്നാൽ അല്ലാഹു യഹ്ദി, വഴി കാണിക്കുന്നു, മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വഴി കാണിച്ചു കൊടുക്കും. അപ്പോലാണ് വരുള്ളൂ. അവൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെന്ന് വേറെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചാൾക്കാരെ നരകത്തിലേക്ക്, കുറച്ചാൾക്കാരെ സ്വർഗത്തിലേക്ക് അള്ളാഹ് തന്നെ തീരുമാനിച്ച് അങ്ങനെ കുറെ ആളെ, അങ്ങനൊന്നല്ല. ഒരാൾക്ക് വഴി കിട്ടാൻ ചില മാർഗങ്ങളൊക്കെ ഉണ്ട്, ചില ഉപാധികളുണ്ട്, ചില ന്യായങ്ങളുണ്ട്. അതൊക്കെ ഒത്തു വന്നാലാണ് ഇത് അള്ളാഹു ഇങ്ങനെ ചെയ്യാം. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കും. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ എന്ത് നല്ലത് ചെലവഴിക്കുന്നതും ഫലിഅൻഫുസിക്കും, നിങ്ങൾക്കും വേണ്ടി തന്നെയാണ്. നിങ്ങൾ ചെലവഴിക്കുന്നത് പള്ളിക്കും വേണ്ടിയിട്ടല്ല, നിങ്ങൾ ചെലവഴിക്കുന്നത് ആ ദരിദ്രന് വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആർക്കാണോ കൊടുത്തത് അയാൾക്കും വേണ്ടിയിട്ടേ അല്ല, അതൊരു സബബാണ്. ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം നേടാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കാരണമാണ് ഈ വന്നു നിൽക്കുന്ന മനുഷ്യൻ. ഈ മിസ്കീനായ ആൾ, യതീമായ ആൾ, ബന്ധനസ്ഥനായ ആൾ, കടബാധിതനായ ആൾ, ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാനുള്ളൊരു പണി നിങ്ങളെടുക്കാനുള്ളൊരു കാരണമാണ്. ഡോക്ടർ രോഗിനെ നോക്കുന്നത് ഡോക്ടർക്ക് ജീവിച്ചു പോകാനാണ്. ഈ രോഗിക്ക് സൂക്കേട് മാറുക എന്ന് പറയുന്നതിനാ രോഗി വന്നത്. പക്ഷെ രോഗിന്റെ സൂക്കേട് ഇങ്ങനെ മാറ്റുക എന്നുള്ളതല്ല ഇയാളുടെ പണി. ഇയാളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഇയാൾ ജോലി ചെയ്യാണ്. ഒറ്റ രോഗിയും വന്നില്ലെങ്കിൽ പിന്നെ ഇയാൾ ഡോക്ടറായത് ബോർഡ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബോധം ചെലവഴിക്കുന്ന പലർക്കും ഉണ്ടാവൂല. പലർക്കും എന്ന് പറഞ്ഞാല് മഹാഭൂരിപക്ഷം ആൾക്കും ആ ബോധം ഉണ്ടാവൂല. അത് ഉണ്ടാവണം എന്നാ പറയണത്. അങ്ങനെ ഒരു ബോധം എനിക്കുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഒരാളെ സംഭാവന വാങ്ങാൻ പറഞ്ഞയച്ചോനെ പറ്റി എൻ്റെ വിചാരം എന്താവും? എൻ്റെ വീട്ടിലൊരാൾ വന്നാണ്, അപ്പോൾ പൈസയും ചോദിച്ചു വന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല ആരെ എന്നെ പറഞ്ഞെന്ന്? അത് ഇന്നയാൾ പറഞ്ഞെന്നാ. ശരി എന്നൊക്കെ പറഞ്ഞു. എന്താ ഇപ്പോൾ എൻ്റെ വിചാരം? ഓനിങ്ങനെ ആൾക്കാർ എൻ്റെ പേരിൽ ഇതിപ്പം മരത്തുമ്പം ബാക്കിയിട്ടുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ അപ്പൊ ഇവൻ കൊടുക്കുന്നത് ആർക്കാണ്? കൊടുക്കുന്നത് ഓനും വേണ്ടി ആകുന്നില്ല. അതേ സമയത്ത് അൽഹംദുലില്ലാ ഒരാളും കൂടെ പറഞ്ഞു വെച്ചു, സംഗതി എൻ്റെ അടുത്ത് ഇപ്പൊ ഫണ്ടൊന്നും ഇല്ല, എന്നാലും എൻ്റെ അടുത്ത് ഉണ്ടാവുന്നും ഞാൻ കൊടുക്കുന്ന ആളാണെന്നും എന്നെപ്പറ്റി അവൻ വിശ്വസിച്ചല്ലോ, അൽഹംദുലില്ലാ, ഒരു നല്ല സംഗതിയാണ്. എന്നിട്ട് ഇയാളോട് ഖൗലും മഅറൂഫ് പറയാം. വന്ന ആളോട് സംഗതി പിന്നെ ഉണ്ടാവുമ്പോൾ നമുക്ക് തരാൻ നോക്കാം, അല്ലെ പണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല, അല്ലെങ്കിൽ ഇപ്പം കുറച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്ക് പറയാം. അയാളെ അപമാനിക്കാതെ, ആക്ഷേപിക്കാതെ, കഷ്ടപ്പെടുത്താതെ പറഞ്ഞേക്കുക. എന്നിട്ട് പറഞ്ഞയച്ചാളെ വളരെ സോഫ്റ്റായിട്ട് വിളിച്ചിട്ട് പറയാ, നല്ലൊരു കാര്യങ്ങൾ ചെയ്തത് അൽഹംദുലില്ലാ, പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ഫണ്ടൊന്നും ഇല്ല കേട്ടോ, അപ്പോ എന്ന് പറഞ്ഞ് തിരുത്തിയാൽ മതി. അതൊക്കെ എങ്ങനെയാണ് ആവുകയെന്ന് ചോദിച്ചാൽ, ഈ കൊടുക്കുന്നത് ആർക്കാണ്? അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല.
നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ നെയ്യത്ത് തെറ്റിദ്ധരിച്ചതാ. ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കിട്ടാൻ വേണ്ടി എന്നായിരുന്നു. നമ്മളിതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി സ്കരിക്കാം, അള്ളാഹ്ക്ക് വേണ്ടി ഇത്തിക്കാഫിരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭാഷാപരമായൊരു പരിമിതിയാണത്. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിച്ചു, എന്ത് ഇതൊക്കെ ചെയ്തില്ല, അള്ളാഹ്ക്ക് എന്തോ ഒരു കുറച്ചിലായി പോകും. അങ്ങനല്ല, കൊടുക്കുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ്, അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. വമാ തുൻഫിഖൂ ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ചെലവഴിക്കുന്നില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, നിങ്ങൾ നല്ലതിൽ നിന്ന് ചെലവഴിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നൽകും. വഅൻതും ലാ തുലമൂൻ, നിങ്ങൾ ഒരിക്കലും അനീതി കാണിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അയ്യടാ നായി പോവില്ല, അത് മോശമായി പോവില്ല, അനീതി കാണിക്കപ്പെടും. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, ദേശീയപാതക്ക് സ്ഥലം കൊടുത്ത ആൾക്ക് ഉണ്ടായ ഒരു അനുഭവം, വീട് വെക്കാൻ കഴിയാണ്ട്. കാരണം അതിന്റെ മൊത്തം വെള്ളം അയാളെ മുറ്റത്തേക്കാണല്ലോ വരുന്നത്. അപ്പൊ ആ മനുഷ്യനാകെ കുടുങ്ങിയതാണ്, അയ്യടാ നയിപ്പോയി. അയാൾക്ക് നീതി കിട്ടിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ തറയിട്ട് കാത്തുത്തിരിക്കുകയാണ്, പുരണ്ടാക്കാൻ കഴിയൂല. കാരണം ഇതിന്റെ മൊത്തം വെള്ളം അങ്ങോട്ടാണ് ചാടുന്നത്. അതെ, അവനാന്റെ പരമക്കൂടി പോയി അറിയാം. അതുവരെ നമുക്കെല്ലാം ശാന്തമാണ്, സമാധാനമാണ്, സുന്ദരമാണ്. ആവുമ്പോഴാണത് അറിയാം, അത് കിട്ടിയാൽ എന്താണ്, കിട്ടിയില്ലെങ്കിൽ എന്താണ്, കിട്ടിയതിന്റെ കഥ എന്താന്നൊക്കെ. അപ്പോൾ ദുനിയാവിന്റെ ഒരു രീതി, ഒരു സിസ്റ്റം അങ്ങനെയാണ്. ചിലപ്പോ എന്താണ്, നീതി ഒന്നും കിട്ടൂല, നീതി പാലിക്കപ്പെട്ടു കൊള്ളണമെന്നില്ല. ഒരാൾക്കൊരു വഴി നടക്കാൻ ഒരു അവസരം കൊടുത്തതായിരിക്കും, പിന്നെ എന്തായിട്ടുണ്ടാവും, സ്ഥിരം വയ്യാകെ മാത്രമല്ല, പിന്നെ ഇയാൾക്ക് എന്തെങ്കിലും ബിൽഡിങ്ങോ കാര്യം ഉണ്ടാക്കണമെങ്കിൽ അയാള് അനുവദിച്ചില്ലെങ്കിൽ ഇയാൾ കുടുങ്ങിപ്പോണ കേസൊക്കെ ഉണ്ടാവും. അങ്ങനെ പലതും ഉണ്ട്, വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം, ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. അള്ളാഹു നിങ്ങൾ കൊടുത്തതിന് അങ്ങനെ തന്നെ എന്ത് ചെയ്യും, സ്വീകരിക്കും. അത് ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നൊരു കാര്യമാണ്. റബ്ബിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു, വേറൊന്നും മാതിരല്ല. വേറെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, എന്താണ് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും എന്നൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ അനുഭവം പറയാണ്. എല്ലാം എഴുതി കൊടുത്തിട്ട് അവസാനം ഈ മാപ്പനെയും ഇങ്ങനെ ഇട്ടിട്ട് തട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇജ്ജ് നോക്ക്, ഇജ്ജ് നോക്ക്, ഇജ്ജ് നോക്ക്. ചെറുപ്പത്തിൽ പറയും എൻ്റെ അമ്മാണ്, എൻ്റെ അമ്മാണ്. വലുതായ പറയും എൻ്റെ കൂടി ഉമ്മല്ലേ, എൻ്റെ കൂടി ഉമ്മല്ലേ. അനുഭവങ്ങളാണ്. അപ്പോ അതേ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്താൽ അള്ളാഹു താല അത് സ്വീകരിക്കാതിരിക്കുകയില്ല, അത് അള്ളാഹു സ്വീകരിക്കും. അങ്ങനെയാണ്. ഇനി പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. അള്ളാഹു ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ടാണ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഇതിലൊരു ഗ്യാപ്പ്, എന്തെങ്കിലും ഒരു സാധനം വിട്ടുപോകുന്നില്ല ഇതൊക്കെ പറയുമ്പോൾ. ലിൽ ഫുഖറാഇൽ ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശ്രമത്തിൽ ബന്ധിതരായിട്ടുള്ള ദരിദ്രർക്ക് ചെലവഴിക്കുന്നത്. മനസ്സിലായില്ല? മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉള്ള ശ്രമങ്ങൾ, ഇപ്പോ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അപ്പോൾ ഒരാൾ ഗ്രന്ഥരചനയിൽ ഏർപ്പെടുന്നു. കാരണം ദീനിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ മറുപടി പറയണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? അപ്പോൾ ആ മറുപടി പറയണമെങ്കിൽ ആ മറുപടി വളരെ ഭദ്രമായി അവർക്ക് തിരിയുന്ന ഭാഷയിൽ എല്ലാ സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തിയൊക്കെ പറയണം. അപ്പോൾ ഒരാൾ അതിനു വേണ്ടി മുഴുകുകയാണ്, ഗ്രന്ഥരചനക്ക് മുഴുകുകയാണ്. അങ്ങനെ മുഴുകുമ്പോൾ ലാ യസ്തതീഊന വർബൻ ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കൂല എന്ന് പറഞ്ഞാൽ വേറെ പണിക്ക് പോകാൻ കഴിയില്ല. വേറൊരു കച്ചവടം ചെയ്യാനോ
ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കാനോ കൃഷി ചെയ്യാനോ ഒന്നും കഴിയുകയില്ല. അയാൾ പൂർണ്ണമായും ഇതിലാണ്. അതേ സമയത്ത് അയാൾ ദരിദ്രനാണ്. അയാൾക്ക് വേറെ ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. മൂപ്പര് കുറേ കാലം പാരമ്പര്യ സ്വത്ത് കിട്ടിയിട്ടോ ഇഞ്ഞതല്ല ഒരുപാട് കാലം ബിസിനസ് ചെയ്ത് പൈസ സമ്പാദ്യം ഉണ്ടായതുകൊണ്ടോ ഒക്കെ സമ്പന്നനായി നിൽക്കുന്ന ഖനിയായി നിൽക്കുന്ന ഒരാളാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. അതേസമയം സ്വതവേ അങ്ങനെ വരുമാനമൊന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരാൾ, ദരിദ്രനായ ഒരാൾ, അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിൽ ബന്ധിതനാണ്. അയാൾക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ, വേറെ കച്ചവടത്തിനൊന്നും പോകാൻ കഴിയുകയില്ല. യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്. അവരുടെ മാന്യത കാരണം അറിവില്ലാത്തവർ അവരെ കണ്ടാൽ അവരെക്കുറിച്ച് നല്ല റിച്ചാണ് എന്ന് തോന്നും. കാരണം എന്താണ് കാരണം? അവര് ലാ യസ്അലൂനന്നാസ ഇൽഹാഫാ, അവര് ജനങ്ങളോട് ചോദിച്ച് ശല്യം ചെയ്യുന്നവർ അല്ല. തഅരിഫുഹും ബിസീമാഹും, എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് മുഴു സമയവും ദീനി മാർഗത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കുക. അവർക്ക് വേറെ കച്ചവടത്തിനോ വേറെ ധനസമ്പാദന മാർഗത്തിനോ ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള അവസരമില്ലാതിരിക്കുക. അവരാണെങ്കിലോ ജനങ്ങളോട് ഇങ്ങനെ കൈയാട്ടിയിട്ട് എന്തെങ്കിലും തരീന്നൊന്നും പറയൂല. അവർ മാന്യന്മാരായിരിക്കും. അപ്പൊ അവരുടെ മാന്യത നിമിത്തം കാണുന്നവർക്ക് തോന്നും അവരെന്താണ്, നല്ല റിച്ചാണ്, നല്ല കഴിവുള്ളവരാണ് എന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ നീ അവരുടെ ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. എന്ത്? അവരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഉള്ള ആളുകൾക്ക് ചെലവഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പൊ അള്ളാഹു അത് വിട്ടുകളയുന്നില്ല, അത് വളരെ ഗൗരവത്തിലെടുക്കുന്നു. ഇപ്പൊ നമ്മള് ഇപ്പോ അതിലാണ് ഇതൊക്കെ പെടുക. ഈ പള്ളി ഇമാമത്ത്, ഖത്തീബ്, ഖുതുബ. അപ്പോ അവരിതിൽ മുഴുകിയിട്ട് ഈ പണിയിലായിരിക്കും. അപ്പൊ ഈ പണിയിലായിരിക്കെ നമുക്ക് വേണേ ചോദിക്കാം, എന്താണ്, ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്, ഓനും പള്ളിയിൽ ഇരുന്നുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, മൂപ്പര് അതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നല്ലേ ഉള്ളൂ വ്യത്യാസം. അതിന് മൂപ്പർക്ക് പൈസ കൊടുക്കണം, എനിക്ക് ആരും തരൂല വിചാരിക്കും. കാരണം അയാൾക്ക് അതാണ് പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്തരം പ്രവർത്തനങ്ങളിൽ നിരതനാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവർ ബന്ധിതരാണ് യഥാർത്ഥത്തിൽ. കാരണം അവർക്ക് അതെല്ലാം കൂടി ഇട്ടച്ച് വേറെ എന്തിനും പോയിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പിന്നെ ആളുണ്ടാവൂല. അപ്പോൾ യുദ്ധമാണെങ്കിലും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉള്ള ഇസ്ലാമിക ഗവൺമെന്റൊക്കെ ഉള്ള സ്ഥലത്ത് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് സഞ്ചരിക്കുന്നവർ, അതുമായിട്ട് ബന്ധപ്പെട്ട് പോണവർ. പിന്നെ അങ്ങനെയൊന്നും അല്ലാത്ത സ്ഥലത്ത് തന്നെ ഇസ്ലാമിക പ്രബോധകരായിട്ടുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനുവേണ്ടി ക്ലാസ് എടുക്കുന്നു, അതിന് വേണ്ടിയിട്ട് പുസ്തകം എഴുതുന്നു, അതിനു വേണ്ടി അങ്ങനെ പോകുന്ന മുഴു സമയവും ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ആളുകൾ, അവർക്ക് നൽകുക എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ നൽകുന്ന നല്ലതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതൊക്കെ അള്ളാഹു നന്നായി അറിയുന്നുണ്ട് എന്നാണ്. അപ്പൊ അത്തരം ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം, മാനം കെടുത്തരുത്. കാരണം ഓരോ മാന്യത കൊണ്ടാണ് ഓര് എന്ത് ചെയ്യുന്നത്? ചോദിക്കാത്തത് ആളാർക്ക് കൈയാട്ടാത്തോ. അപ്പോ അതുകൊണ്ട് പിന്നെ ആളിടയിലിട്ടിട്ട് എന്ത് ചെയ്യാനും പാടില്ല, മാനം കെടുത്തി കൊടുക്കാനും പാടില്ല. അങ്ങനെ ഇപ്പൊ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ, ആരും അറിയൊന്നുമില്ല. ഗൂഗിൾ പേ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഇത് ഒരു പ്രത്യേകമായ ഒരു സംഭവമാണ്. അസ്ഹാബ് സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, പഠിക്കാൻ വേണ്ടി മാത്രം മാറി നിന്ന ഒരു വിഭാഗം. കാരണം ഇതൊക്കെ ഇസ്ലാമിക സൊസൈറ്റിയിൽ ഇത് വളരെ വലിയ സംഭവമാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുമെങ്കിൽ മതിയെന്ന് വെച്ചാൽ പറ്റൂല. കാരണം അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യൂല, അത് ചെയ്യാൻ കഴിയില്ല, വിഭവങ്ങൾ തികയൂല.
അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്നതിനെ കുറിച്ച് അല്ലാഹു തആല നന്നായി അറിയുന്നതാണ്. അപ്പൊ അവര് മാന്യമായി നടക്കുന്നുണ്ട്, നല്ല വസ്ത്രധാരണം, നല്ല വാഹനം, നല്ല ഭക്ഷണം, നല്ല ഉഷാറാണ്. അപ്പൊ അതുകൊണ്ട് അറിവില്ലാത്തവർ അവരെ കണ്ടാൽ തോന്നും അവര് വലിയ എന്താ കൊടുക്കാത്തത് എന്നൊക്കെ ചോദിക്കും. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ. ഒരിക്കൽ കൂടി പറയാണ്, അല്ലദീന യുൻഫിഖൂന, ചെലവഴിക്കുന്ന ആളുകൾ, അംവാലഹും അവരുടെ ധനം, ബില്ലൈൽ രാത്രിയിൽ, വന്നഹാർ പകലിൽ. അവർ രാവും പകലും ഒക്കെ ചെലവാക്കട്ടോ, രാവും പകലും എല്ലാം ചെലവാക്കാം. അപ്പൊ സുബൈക്ക് പിരിവിനെന്ന ആളോട് നേരം വെളുത്തില്ലല്ലോ ചങ്ങ, അതിന്റെ ഒപ്പം ഈ വന്നത് ചോദിക്കരുത്. കാരണം എന്താ, രാവും പകലും ഒക്കെ കൊടുക്കാം. ഇതൊന്ന് തുറന്നിട്ടല്ലേ ഉള്ളൂ, അല്ലെ ഉറക്കം എണീച്ചിട്ട് അപ്പുറത്തേക്ക് ഈ വന്നോന്ന് ചോദിക്കരുത്. രാവും പകലും ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. ബില്ലൈലി വന്നഹാർ. ഇനി സിർറൻ വ അലാനിയ. സിർറൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്. അതെ, നമ്മൾ അത്തയ്യാത്ത് നമ്മൾ അവസാനം ദുആയിൽ പറയില്ലേ, അസ്റർതു ഞാൻ രഹസ്യമായി ചെയ്തത്, അഅലൻതു ഞാൻ പരസ്യമായി ചെയ്തത് എന്നൊക്കെ. ഇഅ്ലാൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എന്നാണ്, പരസ്യം ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത് അലാനിയ, പരസ്യമായി ചെയ്തത്. അപ്പൊ രഹസ്യമായി നൽകിയാലും പരസ്യമായി നൽകിയാലും ഫർളായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യലാണ് ശ്രേഷ്ഠകരം എന്നുണ്ട്. ഇപ്പൊ നിസ്കാരം, ഫർളായ നിസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി 4 ആൾ കാണാൻ നിസ്കരിക്കലാണ് ആരും കാണാണ്ട് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരം. ഫർളാണ്. ഫർളല്ലോ അങ്ങനല്ലേ. ഹജ്ജ് ആരും കാണാണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ? കഴിയില്ലല്ലോ. നോമ്പും അങ്ങനെ തന്നെ. നോമ്പിന് പിന്നെ നോമ്പിൻ്റെതായ ഒരു സ്വഭാവം കൊണ്ട് ആൾക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലോ അങ്ങനെ. സക്കാത്തും അങ്ങനെയാണ്. അത് സംഘടിതമാണ്, അതിന് സംരംഭം ഉണ്ടാവും, വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും ഉദ്യോഗസ്ഥരും സംഗതികളൊക്കെ ഉണ്ടാവും. സുന്നത്തായ നിസ്കാരം പക്ഷെ അങ്ങനല്ല. അത് ആള് കാണെ ചെയ്യുന്നതിനേക്കാൾ 70 ഇരട്ടി കൂലി കിട്ടും ആള് കാണാതെ ചെയ്താൽ. രഹസ്യമായിട്ട്. ഇപ്പോൾ തഹജ്ജുദ് നിസ്കാരം അല്ലെങ്കിൽ വേറെ സുന്നത്ത്, ഇപ്പൊ നമ്മള് ഫർള് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള നിസ്കാരം പോലും നിസ്കരിക്കാൻ നല്ലത് പോരെന്നാണ്. ഒരാൾ വീട്ടിൽ വെച്ച് ഉളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് ലോറ് നിസ്കരിക്കാൻ പോകുന്നതാണ് പള്ളിയിൽ പോയി ലോറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണേക്കാൾ നല്ലത്. ലോറ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള 2 റക്അത്ത് പൊരേ നിസ്കരിക്കണ ആണ് നല്ലത്, പള്ളിയിൽ നിന്ന് അന്നേരം തന്നെ നിസ്കരിക്കണതിനെക്കാട്ടിലും. പക്ഷെ പള്ളിയിൽ നിന്നും നിസ്കാരമില്ല, പുരയൊന്നും നിസ്കാരമില്ലാണ്ട് ആയിപ്പോയത്. ലോറിസ്കാരം കഴിഞ്ഞ് ഞാൻ പുരേന്ന് നിസ്കരിക്കുന്നത് ആള് വിചാരിച്ചോട്ടെ ഇങ്ങനെ പോയി. അതിനോട് കാര്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊന്നും നമ്മൾക്ക് ആളെ പറ്റിക്കണ കാര്യം അള്ളാനെ പറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ശ്രേഷ്ഠകരമായ കാര്യം വീട്ടിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്ന് പോണവർ കേട്ടോ, കച്ചവട സ്ഥാപനത്തിൽ നിന്നും പോണവര്, ഡ്രൈവിങ്ങിന്റെ ഇടയിൽ പോണവർക്കൊന്നും ഇത് നടക്കൂല. കഴിവിന്റെ സാധ്യതയുടെ ഇതനുസരിച്ചാണ്. വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് പോവലാണ് നല്ലത്. പള്ളിയിൽ നിന്ന് ഒതുടുക്കലല്ല നല്ലത്, വീട്ടിൽ നിന്ന് ഒതുടുക്കലാണ് നല്ലത്. അപ്പോ എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് ഒതു ചെയ്ത് പള്ളിയിൽ അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഓരോ കാലടിക്കും പാപം പൊറുക്കും, മറ്റേ കാലടിക്ക് പദവി ഉയരും എന്നൊക്കെ സാധ്യത ഉള്ളവർ അതാണ് ചെയ്യാൻ നല്ലത്. പക്ഷെ ഫർള് നിസ്കരിക്കാൻ നേരത്തെ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് കൂടുതൽ ഉഷാർ കിട്ടുന്നത് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണെന്ന് വിചാരിക്കരുത്. അത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കണമാണ്. അപ്പോൾ നിർബന്ധ ദാനങ്ങൾ, സംഘടിതമായി ചെയ്യുന്ന സംഗതികൾ, ഇതൊക്കെ ഇഅ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യട്ടെ, പരസ്യപ്പെടുത്തി ചെയ്യട്ടെ. അപ്പൊ അത് കൂടുതൽ ഗുണകരമായിരിക്കും. എന്നാൽ അതേസമയത്ത് രഹസ്യമായിട്ടും സ്വതക്കകൾ ചെയ്യാം, ആരും അറിയാതെ കൊടുക്കാം കേട്ടോ. സഞ്ചിയിൽ ഒളിപ്പിച്ചിട്ട് പണ്ട് ഉമ്മാമ്മമാരങ്ങനൊക്കെ ചെയ്യും. പണ്ട് ഒളിപ്പിച്ചു കാണാ. വന്ന ആള് പോകുമ്പോ ഓലെ കയ്യിൽ കൊടുക്കൂല, അത് മെല്ലെ കൈമ പിടിച്ച് അപ്പുറത്ത് പോയിട്ട് കൊടുക്കുകയും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായേ പണ്ടത്തെ കാര്യമൊക്കെ എനിക്ക് കുറച്ച് അറിയാതെ മനസ്സിലായി.
പണ്ടങ്ങനായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അങ്ങ് ഒന്നാമതിപ്പോ കൊടുക്കലൊന്നുമില്ല. രണ്ടാമത്തത് ഇപ്പൊ അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. ഞാനൊരു മരണ വീട്ടിൽ വെച്ച് ഇപ്പൊ അടുത്തൊരു കാഴ്ച കണ്ടു. പിന്നെ നല്ല കാര്യമാണ് ചെയ്ത ആൾ ചെയ്തതെങ്കിലും ചെയ്ത സ്റ്റൈലിന് ഒരു പ്രശ്നം ഉണ്ടായി. കാരണം വീട്ടിൽ ഒരാൾ മരിച്ചു. അപ്പോൾ ആ വീട്ടുകാരന് പെട്ടെന്ന് സാമ്പത്തികമായ ആവശ്യമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. ഈ പോയ ആൾ എന്ത് ചെയ്തു വെച്ചാൽ അയാൾക്ക് പൈസ കൊടുത്തു. ആരും മുമ്പ് മൊത്തം എല്ലാവരെയും മുമ്പ് അതിലാകെ അയാളങ്ങോട്ട് ഇടങ്ങേറിപ്പോയി. വാങ്ങുകയും ചെയ്തില്ല. പക്ഷെ അയാൾക്ക് ആവശ്യക്കാരനാണ്, വാങ്ങേണ്ട ആളൊക്കെയാണ്. പക്ഷെ കൊടുത്ത ആള് നല്ല കാര്യമൊക്കെ ചെയ്ത്. പക്ഷെ അയാൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? രഹസ്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി വളരെ രഹസ്യമായി ആരും അറിയാതെ കൊടുക്കുക. അതൊക്കെ അങ്ങനെ കൊടുക്കണം. അല്ലാണ്ട് അത് ഈ താക്കോൽദാനം പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതല്ല. അതൊക്കെ ഔചിത്യത്തിന്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ഇയാൾ ആവേശം കൊണ്ട് ചെയ്തു പോയതായിരിക്കും. പക്ഷേ അത് ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കരുതലോടെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ. അപ്പോൾ രാവിൽ കൊടുത്തതും പകലിൽ കൊടുത്തതും സിർറം വാലാനിയ രഹസ്യമായും പരസ്യമായും കൊടുത്തതും ഫലഹും അജ്റുഹും അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട് ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുത്തുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം അവരുടെ കാര്യത്തിൽ ഒരു ഭയവും ഇല്ല. വലാ ഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടതും ഇല്ല. അവര് ഭയപ്പെടേണ്ട കാര്യമില്ല, അവർ ദുഃഖിക്കേണ്ട കാര്യമില്ല. പടച്ചോന്റെ അടുത്തൊന്നും കുറ്റം കിട്ടുമെന്നുള്ള പേടിയും വേണ്ട. ഞാൻ ഈ ചെലവാക്കിയതൊക്കെ വെറുതായി പോയോ എന്നുള്ള ദുഃഖവും വേണ്ട. അതൊക്കെ അള്ളാന്റെ അടുത്ത് അവിടെ ഭദ്രമായിട്ട് ഉണ്ടാകും. കൊടുക്കുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ള കുറേയേറെ അസുഖങ്ങൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പലതരം അസുഖങ്ങൾ പറഞ്ഞു. എല്ലാ അസുഖങ്ങളും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല. ചിലപ്പോൾ കൊടുക്കുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം, കുറേ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അവസാനം അയാൾ തന്നെ പറയും വെറുതെ കുറേ കൊടുത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ധാരാളം കൊടുത്ത ആളായിരിക്കും, എല്ലാം ചെയ്ത ആളായിരിക്കും. എന്നിട്ട് അയാൾ തന്നെ അവസാനം കലോടക്കും. എന്താ പറയും? വെറുതെ ഞാൻ വെറുതെ ഭ്രാന്തിന് കുറെ കൊടുത്തു. എന്ത് കാര്യം ഞാൻ പറയുന്നത്? ഞാൻ കൊടുത്തതൊക്കെ അള്ളാഹിന്റെ അടുത്ത്, അതിൽ യാതൊരു കുറവും മറിച്ചാൻ പറ്റൂ. നേരത്തെ തന്നെ പറഞ്ഞു, അതൊരു ധാന്യമണി പോലെയാണ്. അതിൽ 7 കതിരുകൾ, അതിൽ ഓരോന്നിലും 100 മണി. പിന്നെ അത് ഇങ്ങനെ അതിങ്ങനെ വികസിച്ച് അധികരിച്ച് പടർന്ന് പന്തലിച്ച് റബ്ബിന്റെ അടുത്ത് ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.